അപ്പോൾ ഡ്രൈ ഐ ഡിസീസിൻ്റെ സിംറ്റംസ് എന്തോ ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് കണ്ണിൽ ചൊറിച്ചിലായിരിക്കും, മറ്റു ചിലർക്ക് കണ്ണിനകത്ത് കരട് കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. കുറച്ചു നേരം വായിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ചിലർക്ക് തോന്നും. കണ്ണൊന്ന് വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്താൽ ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. പോളയുടെ മാർജിനിലെ ചുമപ്പും തടുപ്പും വരുമ്പോൾ അതിൻ്റെ പെയിൻ ചിലർക്ക് ഫീൽ ചെയ്യും. കണ്ണിൻ്റെ കാഴ്ച ഇടയ്ക്ക് മങ്ങുന്നുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കണ്ണ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു, കണ്ണിൽ ചുമപ്പുമുണ്ട്. ലാസ്റ്റ്ലി നീറ്റലും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയും സംസാരിക്കണം. ഡ്രൈ ആൻഡ് ഡസ്റ്റി അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നവർ, ഹ്യൂമിഡിറ്റി കുറവുള്ള എയർ കണ്ടീഷൻ റൂംസിൽ ഒരുപാട് ഇരിക്കേണ്ടിവർ, സ്ക്രീൻ ടൈമും ഫോൺ ടൈമും ഒരുപാടുള്ളവർ, കണ്ണിന് നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർ, മറ്റ് കണ്ണിൻ്റെ അസുഖങ്ങൾക്കായിട്ട് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, ടാബ്ലറ്റ്സ് വേറെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഫോർ ലോങ് ടൈം, ഹോർമോണൽ ഡിസ്റ്റർബൻസ് ഉള്ളപ്പം, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇംബാലൻസ് ഉള്ളപ്പം, ലേസിക് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനെ പല അഗ്രവേറ്റിംഗ് കോസസ് ഉണ്ട്. ഡ്രൈ ഐ ഡിസീസിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്, ഒരു മൾട്ടി ഫാക്ടോറിയൽ കണ്ടീഷനാണ്. അതായത് പല കാരണങ്ങളും ഉണ്ട്. ആ കണ്ണിൻ്റെ സർഫസിന് ടിയർ ഫിലിമിന് ഡാമേജ് വരുന്നുമുണ്ട്, ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഡാമേജും ചേർത്ത് വരുന്ന സിംറ്റംസ് ആണ് ഈ ഡ്രൈ ഐ ഡിസീസിൻ്റെ കോംപ്ലക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിംറ്റംസോ ഈ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സോ ഉള്ളവരുണ്ടെങ്കിൽ ഗീതാഞ്ജലിയുടെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വളരെ വില്ലിങ് ആയിരിക്കും. നിങ്ങൾ ആദ്യം അവിടെ വന്ന് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് ഡ്രൈനെസ്സിൽ വീഴുന്നു എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ചിലർക്ക് ടിയർ ഫിലിം കുറവുള്ളവർ കാണുമായിരിക്കും, ചിലർക്ക് ടിയേഴ്സ് ആവശ്യത്തിനുണ്ട് പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആകുന്നവരായിരിക്കും. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഇത് രണ്ടിൻ്റെയും മിക്സ്ചറായിരിക്കും. ഞങ്ങളുടെ ടെസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ വീഴുന്നു എന്നനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാൻ വെക്കും. അത് മാത്രമല്ല, കണ്ണിൻ്റെ സർഫസിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് എത്ര ഡാമേജ് വന്നിട്ടുണ്ടെന്നും അറിയണം. ഇതനുസരിച്ചാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്, അതായത് ട്രീറ്റ്മെൻറ്റ്. ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കേണ്ടത്, ഈ ഡ്രൈ ഐ ഡിസീസ് ഒരു ക്രോണിക് കണ്ടീഷനാണ്, ഒരു കോംപ്ലെക്സ് കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങളുടെ കോഓപ്പറേഷനും കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ നമുക്കൊരു ടീമായിട്ട് ഈ ഒരു ഡിസീസിനെ ഓവർകം ചെയ്യാൻ പ്രയാസമായിരിക്കും.